സൂപ്പർ താരം സുരേഷ് ഗോപി ക്രിസ്ത്യൻ പിന്തുണയ്ക്കായി വടക്കുംനാഥനെ ഒറ്റിക്കൊടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം ചാർത്തിയ ലൂർദ് മാതാവിന്റെ പള്ളി ഉൾപ്പെടെ 32 സെന്റ് ഭൂമി വടക്കുംനാഥ ദേവസ്വത്തിന്റെ വകയാണ്. ഈ ഭൂമി കയ്യേറ്റത്തിനെതിരെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിലുള്ള WPC 2410/2021 നമ്പർ കേസിൽ തൃശൂർ ബിഷപ്പും തഹസിൽദാരും കോർപ്പറേഷനുമാണ് എതിർകക്ഷികൾ. ഈ കേസിന്റെ പശ്ചാത്തലം അറിയാതെയല്ല സുരേഷ് ഗോപി ലൂർദ് പള്ളിയിലെത്തി സ്വർണ്ണ കിരീടം അണിയിച്ചത്. ഫലത്തിൽ വടക്കുംനാഥന്റെ 32 സെന്റ് ഭൂമി ഒറ്റിക്കൊടുത്താണ് സുരേഷ് ഗോപി ബിഷപ്പിന്റെ പിന്തുണ നേടിയത്. വടക്കുംനാഥന്റെ ഭൂമി കയ്യേറിയ ജോയ് ആലൂക്കാസ് ജുവല്ലറിയും ബിഷപ്പിന്റെ കൂട്ടുപ്രതിയാണ്. ജോയ് ആലൂക്കാസിന്റെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട 3 കേസുകൾ ദേവസ്വം ബെഞ്ചിന് മുന്നിലാണ്. WPC 21-102/2020, 18-953/2020, 23-246/2020 കേസുകളിൽ ജോയ് ആലൂക്കാസ് ആണ് കക്ഷി. ഹൈക്കോടതിയിലെ കേസുകൾ മന്ദഗതിയിലാക്കാനും വിഷയം ഹിന്ദു സംഘടനകൾ ഏറ്റെടുക്കാതെ നോക്കാനുമുള്ള പണമൊഴുക്ക് ജോയ് ആലൂക്കാസിന്റെ വകയാണ്. ബിഷപ്പും ജോയ് ആലൂക്കാസും ഒന്നിച്ചു നിൽക്കുമ്പോൾ എതിരെ നിൽക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് മുട്ടിടിക്കും. വടക്കുംനാഥന് മറന്നാൽ തെരഞ്ഞെടുപ്പ് ഫണ്ടും ആവശ്യത്തിന് കിട്ടുമല്ലോ. വടക്കുംനാഥ ഭൂമി കയ്യേറ്റ വാർത്തകൾ മാധ്യമങ്ങളിൽ എത്താതിരിക്കുന്നതിനും ഒരു കാരണമുണ്ട്. വ്യാജരേഖ ചമച്ച് വടക്കുംനാഥ ഭൂമി കയ്യേറിയതിന് പ്രതിപട്ടികയിലാണ് തൃശൂർ പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ. മുഖ്യധാരാ മാധ്യമങ്ങളിൽ വടക്കുംനാഥ ദേവസ്വ ഭൂമി കയ്യേറ്റ വിഷയത്തിൽ ഒരു വരി പോലും വാർത്ത പ്രതീക്ഷിക്കേണ്ടതില്ല. ഹൈക്കോടതിയിലെ WPC 20-499/2020 നമ്പർ കേസിലാണ് തൃശൂർ പ്രസ് ക്ലബിന്റെ ദേവസ്വം ഭൂമി കയ്യേറ്റം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ കേസുകളെല്ലാം ഹൈക്കോടതിയിൽ നടക്കുന്നത് ആമയിഴയുന്ന വേഗത്തിലാണെന്ന് മാത്രം. വടക്കുംനാഥ ദേവസ്വം ഭൂമി കയ്യേറ്റത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ഹിന്ദു സംഘടനകൾ ഒന്നുമല്ലെന്നതാണ് രസം. വടക്കുംനാഥ വിശ്വാസികളായ P. മുരളി, സന്തോഷ് കുമാർ, KB സുമോദ് എന്നിവരാണ് വടക്കുംനാഥ ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചത്.